ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു നാടൻ വിഭവമാണ്. അത് എൻ്റെ ഫ്രണ്ട് മീനി പറഞ്ഞു തന്നത് ഒരു ഐറ്റമാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നല്ല നല്ല വിഭവങ്ങളൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ, നാടൻ വിഭവങ്ങൾ പറഞ്ഞു തന്നാൽ നമ്മളത് നമ്മുടെ വീഡിയോസിൽ ഉൾപ്പെടുത്തും. അപ്പോൾ ഇതിൻ്റെ ഐറ്റംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുളിയുടെ ഇല, ചുവന്നുള്ളി, പച്ചമുളക്, കല്ലുപ്പ്. പച്ചമുളകിൻ്റെ സ്ഥാനത്ത് വേണമെങ്കിൽ കാന്താരി മുളകോ എന്ത് മുളക് വേണമെങ്കിലും ഉപയോഗിക്കാം. നല്ല എരിവുള്ള മുളക്, അതിന് മുളകും ഉപ്പും പുളിയും പാകത്തിന് നിൽക്കണം. ഇനി പുളിയില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പനശ്ശേത്തിന്റെ ഇല, കുടംപുളിയില, വാളംപുളിയില, എന്ത് പുളിയില ആയാലും കുഴപ്പമില്ല. നന്നായിട്ട് കഴുകിയ ഒരു പുളിയില, എന്ത് പുളിയില, ചുവന്നുള്ളി, പച്ചമുളക്, ഉപ്പ്, മുളക് കാന്താരി മുളകോ വെള്ളമുളകോ അതെന്താ മുളക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളക് എന്താ വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാം. നമുക്കിത് കല്ലിലിട്ട് നല്ല ചമ്മന്തി പോലെ നല്ലോണം അരച്ചെടുക്കാം. അപ്പം നമുക്കിതെല്ലാം കൂടി അരയ്ക്കാം. നമുക്ക് ഫസ്റ്റ് ഇല ഇടാം. ഇലയായിരിക്കും അരയ്ക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. അപ്പോൾ അത് ഫസ്റ്റ് ഇട്ടിട്ട് നമുക്ക് അരയ്ക്കാം. പുളിയില ഏകദേശം അരച്ച് റെഡിയായിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇനി ഉള്ളി ചേർക്കണം. നല്ല പച്ച കളറിലിരിക്കും അല്ലേ? അവർ പറഞ്ഞത് അട രൂപത്തിലിരിക്കുന്നതാണ്. അടയ്ക്ക് പറഞ്ഞു തന്നേക്കണത് അതെല്ലാം അരച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല അട രൂപത്തിൽ ഇരിക്കും. ഇതിലേക്ക് വേറെ സാധനങ്ങളൊക്കെ ചേർക്കാനുണ്ട്, ഒക്കെ പറഞ്ഞുതരാം. ഇതിലേക്ക് പച്ചമുളകും ഉപ്പും ചേർത്തിട്ട് വീണ്ടും അരക്കുകയാണ്. എല്ലാം പച്ച ചെയ്തുകൊണ്ട് മൊത്തത്തിൽ പച്ചയായിട്ട് കാണത്തുള്ളൂ. അപ്പോൾ അതായത് പുളിയുണ്ട്, ഉപ്പുണ്ട്, എരിവുണ്ട്, എല്ലാം സമ നിൽക്കണം. ഇത് അരച്ച് കഴിഞ്ഞ് നമുക്കിത് കല്ലുമെന്ന് വാങ്ങിയെടുക്കാം. അങ്ങനല്ലേ പറയുന്നത്? ഇനി എൻ്റെ ഭാഷ കേട്ടിട്ടല്ല, വടിച്ചെടുക്കാം, വാങ്ങിയെടുക്കാം എന്നൊക്കെ പറയും. ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ കുറച്ച് അരച്ചെടുത്തിട്ടുള്ളൂ. എനിക്ക് ഇലയും ഇത്രയും കിട്ടുള്ളൂ. നല്ല തളുത്ത ഇലയായിരിക്കണം. പിന്നെ 1 കിലോ മീനൊക്കെ ഉണ്ടെങ്കിൽ കുറേ വേണം. ഇത്രയും അരച്ച് ഉരുട്ടി വെക്കണം. എന്നാലാണ് അതിങ്ങനെ നമുക്ക് ഇനി വേറെ കുറച്ച് പരിപാടികളുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോഴേ മനസ്സിലാവുള്ളൂ. പറഞ്ഞു തരാൻ എനിക്കറിയില്ല. ഇതിന് വേണ്ട മീനെന്ന് ഞാൻ ചാളയാണ് മേടിച്ചിരിക്കുന്നത്. ചാള കുരുകുരാന്ന് ഇതുപോലെ അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് പുരട്ടിയിട്ട് അത് ഒരു പ്രത്യേക രീതിയിൽ ചുട്ടെടുക്കുന്ന രീതിയാണ് കാണിച്ചു തരാം. അതിപ്പോൾ എന്ത് മീനായാലും നമുക്ക് ഉപയോഗിക്കാം. അല്ല, ചെറിയ മീനെ പറ്റത്തുള്ളൂ. അതെന്ന് വെച്ചാൽ ചെറിയ ചാള ഇങ്ങനെ ആയിട്ട് എടുക്കുക. പിന്നെ ചെറിയ പീസായിട്ട് മുറിച്ച്, തീരെ ചെറിയ പീസായിട്ട് മുറിച്ച് ചാള ഇങ്ങനെ മുറിച്ചെടുക്കണം. അല്ലെങ്കിൽ ഈ കൊഴുവയോ നത്തോലിയോ അങ്ങനെ എന്താണെങ്കിലും, ഇല്ലെങ്കിൽ തോട്ടുമീനുകളോ കുഞ്ഞായിട്ട് മുറിച്ച് ഇതുപോലെ മുറിച്ചെടുക്കുക. മൊത്തം കുഴക്കുക, അതിലിട്ട് കുഴക്കുക. ഉണ്ടല്ല, ഇട്ടിട്ട് നമ്മളിങ്ങനെ ആട്ടയൊക്കെ കുഴച്ചെടുക്കണം. കണ്ടിട്ടില്ലേ? നമ്മൾ ആട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഴക്കൂലേ? അതുപോലെ അരച്ച ഇത് വെച്ചിട്ട് ചാളയിലിട്ടിട്ട് അരച്ച് കിട്ടിയ അരപ്പും ആ മീനും കൂടെ, നമുക്ക് എന്ത് മീനാണോ എടുക്കുന്നത് ആ മീനും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഞാൻ വാഴയിലാണ് ഇത് ചുട്ടെടുക്കുന്നത്. ഇലയിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഇലയിൽ ഇങ്ങനെ തടവുക. അല്ലെങ്കിൽ ഉണ്ടല്ലോ കഴിഞ്ഞു. കുട്ടികൾ നല്ല വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ എരിവായിരിക്കും, ഭയങ്കര എരിവായിരിക്കും. എരിവായിട്ട് ഉള്ളു പുകഞ്ഞ് കത്തിപ്പോകും. തടവ. എന്നിട്ട് ഇത് ഉള്ളില് നമ്മൾ ഈ ആട ചുടുന്നൊക്കെ പറയില്ലേ? ആട ഇതാണ് മീൻ പുളിയില ചുടുന്നു എന്ന് പറയും. മൊത്തം ഇൻഗ്രീഡിയൻസ് വടിച്ച് ഇതിലോട്ട് വെക്കുക. നമുക്കിപ്പോ കുറച്ചുകൂടെ നിങ്ങൾക്ക് എന്തോരം വേണം, എനിക്കല്ല നല്ലോണം വേണോട്ടാ. ഞങ്ങളിപ്പോ 2 പേരുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചേക്കുന്നത്. നമുക്ക് പുതിയൊരു ഐറ്റം ചുട്ടു നോക്കാന്നും പറഞ്ഞുകൊണ്ടാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ചുട്ടോക്കിയിട്ട് നല്ലതാണെങ്കിൽ പറയാട്ടാ. എന്നിട്ടിത് ഇല ഇങ്ങനെ മടക്കുക. എന്നിട്ടിത് ഈ ഇലയുടെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടി വെച്ചാൽ പോയാലത് വാഴയുടെ ഇത് വെച്ചിട്ട് തന്നെ വാഴയുടെ നാര് വെച്ചിട്ട് ഞങ്ങൾ കെട്ടി വെക്കുന്നത്. കെട്ടി വെക്കാം. അപ്പം നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ച് അടുപ്പത്ത് തവ വയ്ക്കുകയാണ്. തവ വച്ചു. തവ ചൂടാട്ടെ. അത് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് നോക്കാം.
സിം വെച്ചോട്ടോ, സിമ്മിലിട്ടോ. അപ്പോൾ നമ്മളത് മൂടി വെച്ചിട്ട് കുറച്ച് നേരമായിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ച് മറിച്ചിടാം. നല്ലൊരു വാസന ഉണ്ടല്ലോ. ഉണ്ടോ? പൊടി വെക്കണോ? അല്ലേ പൊടി തയ്ക്കാനുള്ള അതായത് ഇലയല്ലേ, പച്ച ഇലയല്ലേ, അതിൻ്റെ ഒരു ഇതാണ്. അപ്പം എല്ലാവർക്കും നമ്മുടെ വിഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കഴിച്ച് നോക്കാം എന്തിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറയാം കഴിച്ചിട്ട്. അതെ, നമുക്കത് നോക്കാം. അപ്പം നമ്മൾ നമ്മുടെ വിഭവം തുറന്ന് നോക്കുവാണ്. എന്തോ അടിപൊളിയായിട്ടുണ്ട്. ചോറിന് കൂട്ടി കഴിക്കാനാണ് ഞങ്ങൾ നോക്കുന്നത്. ഇത്തിരി കഴിച്ചു നോക്കാം അതെ, ഇങ്ങനെയുണ്ടെന്ന് അറിയാം. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നന്നായിട്ടുണ്ടാവും. എരിവും പുളിയും ഉപ്പും ഒക്കെ വേണം എന്നാണ് പറഞ്ഞത് എന്നോട്. കഴിച്ചു നോക്കട്ടെ. അടിപൊളിയാണ്, അടിപൊളി, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വലിയ പണിയൊന്നുമില്ല, വീട്ടിലൊക്കെ കിട്ടുന്ന കുറച്ച് സാധനങ്ങളാണ്. മീനൊക്കെ മേടിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പഴയ അമ്മമാരൊക്കെ ചെയ്യുന്ന ഒരു വിഭവമാണത്. അത് ഇൻഗ്രീഡിയൻസും ഇല്ല, വളരെ ചെറിയ ഇൻഗ്രീഡിയൻസ് മാത്രം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ട്രൈ ചെയ്ത് നോക്കാം. അതെ, അത് സൂപ്പറാണ്. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. എരിവൊക്കെ ഇഷ്ടമുള്ള പിള്ളേരാണെങ്കിൽ ഇഷ്ടപ്പെടും. നമുക്ക് ആ പുളിയും ഉപ്പും എരിവും ഒക്കെ കറക്റ്റ് പാകണം. സൂപ്പറായിട്ടുണ്ട്, ഇഷ്ടമായി. നല്ല സ്ഥലം. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ്. വളരെ ചെറുപ്പത്തിലാണല്ലോ കഴിച്ചിട്ടുണ്ട്. സൂപ്പറാണ്, കൊള്ളാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.